കുട്ടനാട്ടിലെ പച്ചമണ്ണിന്റെയും പണിയെടുക്കുന്ന മനുഷ്യരുടെയും കഥകളെ വിശ്വചക്രവാളത്തോളം ഉയർത്തിയ എഴുത്തുകാരനാണ് തകഴി ശിവശങ്കരപിള്ള. മഹാകഥാകാരൻ കഥാവശേഷനായിട്ട് ഇന്നേക്ക് 26 വർഷം പൂർത്തിയാവുന്നു. റിപ്പോർട്ടറുടെ ഫസ്റ്റ് ന്യൂസ് പൂർണ്ണമാവുകയാണ്. നമസ്കാരം. കായലിൽ നിന്നും മനുഷ്യർ കുത്തിയുയർത്തിയ നാടാണ് കുട്ടനാട്. കുട്ടനാടിൽ നിന്നും കുത്തിയുയർത്തിയ കഥാസാഗരമാണ് തകഴി. മലയാള കഥാസാഹിത്യത്തിൽ തകഴിയെപ്പോലെ നൂറുമേനി വിളയിച്ച വേറൊരു കഥാകാരനില്ല. തകഴിയുടെ രണ്ടിടങ്ങഴിയും തോട്ടിയുടെ മകനുമാണ് മലയാളത്തിൽ പുരോഗമന സാഹിത്യ പ്രസ്ഥാനത്തിന് ആഴത്തിൽ ചാലുകീറിയത്. കുട്ടനാടൻ ചേറിൽ ചവിട്ടിത്താത്താനാവാത്ത കർഷക തൊഴിലാളി സമൂഹത്തിന്റെ വീറാണ് രണ്ടിടങ്ങഴി. തലമുറകളായി മനുഷ്യവിസർജ്യം ചുമക്കേണ്ടി വന്ന ഒരു ജനത അടിച്ചേൽപ്പിക്കപ്പെട്ട ആ ദുർഗന്ധം കുടഞ്ഞെറിയുകയാണ് തോട്ടിയുടെ മകനെ. തകഴിയുടെ ചെമ്മീനും ആഴിയോട് പൊരുതുന്ന ഒരറിയ സമുദായത്തിൻ്റെ കഥ മാത്രമല്ല, ജാതിമതങ്ങളോടും അന്ധവിശ്വാസങ്ങളോടും സാമ്പത്തിക ദുരകളോടും എതിരിടുന്ന ഒരു സാർവലൗകിക പ്രണയ പോരാട്ടമാണത്. അതുകൊണ്ട് തന്നെ ചെമ്മീൻ മൊഴിമാറാത്ത ലോകഭാഷകളില്ല. മലയാള സാഹിത്യത്തിലെ നാഴികക്കല്ല് മലയാള സിനിമയിലും നാഴികക്കല്ലായി. അധികാരത്തിലേക്കുള്ള കയറ്റത്തിൽ നിലവിട്ടുപോയ മനുഷ്യരുടെ പതനമാണ് ഏണിപ്പടികളെങ്കിൽ, വായിക്കുന്തോറും വലുതാവുന്ന ഒരാധുനിക മഹാഭാരതമാണ് മഹാവിസ്മയമായ കയർ. അങ്ങനെ എത്രയെത്ര കഥകൾ, കഥാപാത്രങ്ങൾ കുട്ടനാടൻ പാടങ്ങളിൽ നിന്ന് മുളച്ച് ഭാരതീയ ജ്ഞാനപീഠമേറി വിശ്വത്തോളം പടർന്നു പന്തലിച്ചിരിക്കുന്നു. ഭാഷയുടെ പത്തായം അതുപോലെ നിറച്ച മറ്റേത് കഥാകാരനുണ്ട്? ചേട്ടന് എഴുതാൻ ബാക്കിയുള്ള കൃതികൾ മനസ്സിൽ ആഗ്രഹത്തിന് അതുണ്ടോ? ഒരുപാട് എഴുതാനുണ്ട്. പക്ഷെ എങ്കിലും മനസ്സിൽ ഇപ്പോൾ തെളിഞ്ഞു നിൽക്കുന്നത് സൈന്ധവ സംസ്കാരത്തിൻ്റെ ഒരു കാലഘട്ടത്തെ സാമൂഹ്യ ജീവിതം ആണ് പ്രധാനമായി മനസ്സിൽ തെളിഞ്ഞു നിൽക്കുന്നത്. ബിജു മുത്തത്തി, കൈരളി ന്യൂസ്.